നമസ്കാരം. നമ്മളിന്നൊരു ചിക്കൻ പൊരിച്ചെടുത്തിട്ടുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കിലോ ചിക്കൻ മഞ്ഞളും മുളകും ഉപ്പും വിനാഗിരിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ മുമ്പ് വയ്ക്കുക. ഇത് നമുക്ക് ഒരു പാനിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വട്ടത്തിലരിഞ്ഞ സവോള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ലൈറ്റ് ഗോൾഡൻ നിറാവുന്നവരെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അര കിലോ ചിക്കന് 1 കിലോ കൈമ റൈസാണ് എടുക്കുന്നത്. 4 പേർക്കുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു 3 വട്ടം കഴുകി വെള്ളം കളഞ്ഞിട്ട് അരമണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. നമ്മുടെ ഒനിയനും കിസ്മിസും കാഷ്നട്ടൊക്കെ നമ്മൾ വറുത്തെടുത്ത് വെച്ചു. ഇനി ഈ കുറച്ച് എണ്ണയിലോട്ട് തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്യാം, ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല, കുറച്ച് എണ്ണ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുള്ളൂ. നമ്മുടെ ചിക്കന് നമ്മളൊരു ഹാഫ് ഫ്രൈ ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള ചിക്കനും കൂടി ഈ പാത്രത്തിലിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്കും ചോറിന് വേണ്ട വെള്ളം വെച്ച് കൊടുക്കാം. ഇതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ജാതിപത്രി, ഷാജീരകം അവയൊക്കെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കാം. നമ്മുടെ മസാല ചതച്ചിട്ട് കൊടുക്കാം. 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ചോറുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ വറുത്തെടുത്തു. ഇനി നമുക്ക് ഈ എണ്ണയിലോട്ട് സബോള ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത എണ്ണ തന്നെ കറി വെക്കാനായിട്ട് എടുത്താൽ മതി. എക്സ്ട്രാ എണ്ണയൊന്നും ഒഴിക്കണ്ട. നമുക്ക് ഈ സവോളയിലോട്ട് 2 തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കാം. ഗരം മസാലകളൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഇഞ്ചി ചതച്ചിട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുക്കാം. എല്ലാം ഓരോ ടേബിൾ സ്പൂൺ വെച്ച് പച്ചമുളക് ചതച്ചിട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 കപ്പ് പുതിനയില ഇട്ട് കൊടുക്കാം. 1 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ ബിരിയാണിക്ക് ടേസ്റ്റ് പകരുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഷാജീരകം. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് ഇതിലോട്ട് നമുക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ടാണ് ഇനി ചെയ്യേണ്ടതെല്ലാം. അര കിലോ റൈസും 1 കിലോ ചിക്കനും 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ടാവും.
നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സബോള കുറച്ച് ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂടി വെക്കാം. കുറച്ച് സബോള വറുത്തത് നമുക്ക് ഈ റൈസിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ റൈസ് നമുക്ക് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കാം. ചിക്കൻ വറുത്തതായതുകൊണ്ട് കുറച്ച് വേവാൻ വേണ്ടിയിട്ട് കുറച്ചൊരു 1/2 ഗ്ലാസ് വെള്ളം ചേർക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇത് കത്തിപ്പോവും. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചോറൊക്കെ പകുതി വേവായുള്ളൂ. ഒരു 1/4 വേവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ 90% കുക്കായി കഴിഞ്ഞു. അതുപോലെ തന്നെ റൈസും. ഇനി നമുക്ക് ഇത് ദമ്മിടാം. കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കാം. നമുക്ക് പഴുത്ത പൈനാപ്പിൾ ഉണ്ടെങ്കിൽ ഇതിലോട്ട് അരിഞ്ഞിടാം, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ എസൻസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഈ പൈനാപ്പിൾ എസൻസ് നമ്മുടെ ബിരിയാണിക്ക് സ്മെല്ല് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കാഷ്നട്ടും കിസ്മിസൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെക്കാം. ചപ്പാത്തി ചുടുന്ന ഇരുമ്പിൻ്റെ തവ നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമ്മുടെ ഈ ബിരിയാണി പോട്ട് എടുത്ത് വെക്കണം. 15 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. ഒരു ടീസ്പൂണ് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് ഇടുന്ന കാര്യം മറന്നു പോയിരുന്നു. നല്ലപോലെ ആവിയൊക്കെ മുകളിലോട്ട് വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഓഫാക്കിയിട്ട് ഒരു 15 മിനിറ്റ് കൂടി മൂടി വെക്കാം. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് തുറന്നു നോക്കാം. നല്ല പൈനാപ്പിളിൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. നമുക്ക് ചോറിനെ ഒന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ചിക്കനൊന്നും അധികം അലുത്തൊന്നും പോയിട്ടില്ല. ചോറൊക്കെ നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. താങ്ക് യു.